ബാസിദ് ആൽവിമാരെ സൂക്ഷിക്കുക. ഫ്ലവേഴ്സ് ചാനലിലെ ഒരു നിമിഷം, മഴവിൽ മനോരമയിലെ ഉടൻ പണം, ഫ്ലവേഴ്സ് ടിവിയിലെ തന്നെ കുട്ടിക്കലവറ, സീനിയർ എന്നീ പ്രോഗ്രാമുകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ തഗ് ലൈഫ് സെലിബ്രിറ്റി പയ്യനാണ് ബാസിദ് ആൽവി. വികൃതവും ഡബിൾ മീനിങ് ഉള്ളതുമായ കൗണ്ടർ വായ്ത്താരികളടിച്ച് ആളായി മാറിയ ബാസിദ് ആൽവി എന്ന പോപ്പുലർ ഫ്രണ്ടുകാരനെ ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് NIA അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ ദിനത്തിൽ KSRTC ബസും ലോറിയും തകർത്തതിന്റെ മുഖ്യ സൂത്രധാരൻ ബാസിദ് ആൽവിയാണെന്നാണ് പോലീസ് പറയുന്നത്. ചാനലുകളിലിരുന്ന് തഗ് ലൈഫ് അടിച്ച ഇയാൾക്ക് ആരൊക്കെയോ ചേർന്ന് തഗ്ഗുകളുടെ രാജകുമാരൻ എന്ന ആസ്ഥാന പട്ടം ചാർത്തിക്കൊടുത്തിരുന്നു. അങ്ങനെ ആളായി മാറിയ ബാസിദ് ആൽവിക്ക് ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം അത്യാവശ്യം ആരാധകരെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ചിന്ന സെലിബ്രിറ്റി മൂഡിലെത്തിയ ബാസിദിന്റെ സ്വപ്നമായിരുന്നു താറുമാറായി കിടക്കുന്ന ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിനെ രക്ഷിക്കണമെന്നത്. അങ്ങനെ തീ തുപ്പുന്ന പ്രസംഗങ്ങളിലൂടെ പോപ്പുലർ ഫ്രണ്ടിന്റെ യുവനിരയിലേക്ക് ഉയർന്നു വന്ന ബാസിദ് വിദ്വേഷ പ്രസംഗങ്ങളുടെ വക്താവായി മാറി. അതിന്റെ ഏറ്റവും ബീഭത്സമായ വേർഷനാണ് കഴിഞ്ഞ വർഷം നാദാപുരത്ത് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി അയാൾ നടത്തിയ കൊലപാതക ആഹ്വാനം നിറഞ്ഞ പ്രസംഗം. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നടത്തിയ ഈ പ്രസംഗത്തിൽ ഇസ്ലാമിക സമൂഹത്തിലെ ആർക്കെങ്കിലും പൗരത്വം തെളിയിക്കേണ്ട അവസ്ഥ വന്നാൽ വത്സൻ തില്ലങ്കേരിയും സന്ദീപ് വാര്യരുമടക്കമുള്ള RSS നേതാക്കന്മാരുടെ ഭാര്യമാർ പിന്നെ വിധവാ പെൻഷന് അപേക്ഷിച്ചാൽ മതി എന്നായിരുന്നു ചെറുക്കന്റെ കൊലവിളി പ്രസംഗം. RSS നേതാക്കന്മാരെ കൊന്നുതള്ളുമെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ ഈ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ ബാസിദിനെതിരെ പോലീസിൽ പരാതിയും കേസുമൊക്കെയായി. അപ്പോഴും ബാസിദിലെ തഗ് ലൈഫിനെ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു കേരളത്തിലെ എന്റർടൈൻമെന്റ് ചാനലുകൾ. പ്രമുഖ മാധ്യമങ്ങൾ ബാസിദിലെ തീവ്രവാദിയെ പൊതുജന മധ്യത്തിലെത്തിക്കാതെ ശ്രദ്ധിച്ചു. എന്നാൽ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുനലൂരടക്കം കൊല്ലം ജില്ലയിലെ പല സ്ഥലങ്ങളിൽ സർക്കാർ സ്വകാര്യ വാഹനങ്ങൾ അടിച്ചു തകർത്ത കേസിലെ മുഖ്യപ്രതിയായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇയാൾ തന്നെ ഏകദേശം 10 ലക്ഷത്തിനടുത്ത് രൂപയുടെ മുതൽ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. തഗ് പയ്യന്റെ കേസ് അവിടെ തീരാനിടയില്ല. പണ്ടത്തെ നാദാപുരം കൊലവിളി പ്രസംഗം ഇതോടെ കേന്ദ്ര ഏജൻസികൾ ഗൗരവമായി തന്നെ എടുത്തിരിക്കുകയാണ്. ബാസിദിനെ പോലെ സെലിബ്രിറ്റികൾക്ക് ഇന്നും ക്രൈസ്തവ ഹൈന്ദവ ജനവിഭാഗങ്ങളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിൽ ശക്തമായ സ്വാധീനമുണ്ട്. ഇത്തരം സ്വാധീനങ്ങളും സൗഹൃദങ്ങളുമാണ് പലതരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾക്കും ആധാരമാക്കി ഇവർ ഉപയോഗിക്കുന്നത്. ബാസിദ് അത്തരത്തിലുള്ള ഒരു കപട പോയ്മുഖം ധരിച്ച സെലിബ്രിറ്റി ആയിരുന്നുവെന്നും അയാളുടെ ഉള്ളിൽ തണുത്തുറഞ്ഞു കിടന്നത് വർഗീയതയുടെയും വെറുപ്പിന്റെയും കാളകൂട വിഷമായിരുന്നുവെന്നും അയാളുടെ നാദാപുരത്തേതടക്കമുള്ള പ്രസംഗങ്ങൾ അരക്കെട്ടുറപ്പിക്കുന്നു. ഇയാളുടെ തനിനിറം തുറന്നുകാട്ടുന്ന പല പ്രസംഗങ്ങളും പുറത്തു വരാതിരിക്കാൻ പോപ്പുലർ ഫ്രണ്ടുകാർ നന്നേ പണിപ്പെട്ടിട്ടുണ്ട്. കേവലം 25 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഇവന്റെ മനസ്സിലേക്ക് ഇവർ അത്രമേൽ കടുത്ത വർഗീയ വിഷം ചെലുത്തിയതിനാലാണ് ഇത്തരം പ്രസംഗങ്ങളൊക്കെ ഇയാൾ നടത്തിയതെന്ന് വ്യക്തം. ഇത്തരം പ്രസംഗങ്ങൾ നടത്തിയിട്ടും ആരാധകരെ നിലനിർത്തുന്ന ഇയാളെ പോലെയുള്ള സെലിബ്രിറ്റികൾക്കെല്ലാം പുറമേ കാണുന്ന മുഖത്തിനപ്പുറത്ത് ചതിയുടെയും മതാന്ധതയുടെയും ചോരക്കൊതിയുടെയും വെറി പൂണ്ട മറ്റൊരു മുഖം കൂടിയുണ്ട്. അത് കരുതി തന്നെ ഇരിക്കേണ്ടതാണ്. അവർ പല രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. കരുതിയിരിക്കുക. പ്രത്യേകിച്ച് ഇത്തരക്കാരുടെ കടുത്ത ആരാധകരായ പെൺകുട്ടികൾ.